ഒരു കിലോ അയിലയ്ക്ക് 240 രൂപയാണ് കേട്ടോ വില. ഒരു കിലോ മത്തിക്ക് 100 രൂപയും. അപ്പോൾ ഭാവമായിട്ട് ഇത് 1/2 കിലോ അയിലയും 1/2 കിലോ മത്തിയും കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബൊമ്മിക്കുട്ടിക്ക് അയില കഴിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം കേട്ടോ. അപ്പം ഞാൻ അയിലയിൽ നിന്ന് വേവിച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് 1/2 കിലോ അയില പറഞ്ഞാൽ വലിയ അയിലായിരുന്നു കേട്ടോ. 4 അയിലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് നമ്മുടെ ബൊമ്മിക്കുട്ടിക്ക് തന്നെ ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൊമ്മിക്കുട്ടിക്ക് അയില ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള പൂച്ചകൾക്ക് ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ. കുറിഞ്ഞിക്കും മത്തി അത്ര താല്പര്യമില്ല, എന്നാലും ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ബൊമ്മിക്കുട്ടി തീരെ കഴിക്കില്ല കേട്ടോ. പിന്നെ ഇവർക്കൊക്കെ ഏത് മീനായാലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ പൂച്ചകൾ ഉണക്കമീൻ കഴിക്കില്ല കേട്ടോ. ചിലവർ എനിക്ക് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, ഉണക്കമീൻ കൂട്ടി കൊടുക്കുന്നത്. ഞാനിങ്ങനെ ഉണക്കമീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടുപോലും നോക്കില്ല കേട്ടോ. ഇവർക്ക് അത് ഇഷ്ടമല്ല, പച്ചമീൻ തന്നെ വേണം. അത് ഏതായാലും ഇവർ കഴിക്കും കേട്ടോ. അപ്പോൾ അത് അവർക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പട്ടിക്കുട്ടൻ ഗേറ്റിൻ്റെ അവിടെ കാത്തിരുന്നുണ്ടായിരുന്നു. അവന് ഒരു കഷ്ണം അയിലയും കുറച്ച് ഗ്രേവിയൊക്കെ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറന്നു പോകും. എന്താണെന്നറിയോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ജെന്യൂനായ സബ്സ്ക്രൈബേഴ്സാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ യൂട്യൂബിൽ കണ്ടിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഈ പാവം പട്ടിക്കുട്ടനെയും നമ്മുടെ പൂച്ചക്കുട്ടികളെയൊക്കെ വന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് നല്ല മനസ്സിലെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും ഞാൻ എൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരോടും പറയുക, വാട്സപ്പിൽ അതെങ്കിലും ഓരോ വീഡിയോ ഇടുമ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെയുള്ള യാതൊരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹസ്ബൻഡോ കുട്ടികളോ ഒന്നും അവരുടെ ഫ്രണ്ട്സിനോടോ യാതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആരോടും പറയാതെ ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എൻ്റേത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒരുപാട്, എല്ലാവരോടും നിങ്ങളോട് തന്നെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഈ പാവങ്ങളെ കണ്ടിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ആ മനസ്സിൻ്റെ നന്മയ്ക്ക് ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ് കേട്ടോ. എപ്പോഴും ഒരിക്കലും ആരോ ചോദിച്ചു ഇൻസ്റ്റ ഉണ്ടോന്ന്. അപ്പം ഇനി ഇൻസ്റ്റയുടെ ഒരു കുറവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാനൊരു ഐഡിയ എടുത്തിട്ട് എന്തോ ഒരു വീഡിയോ ഇട്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് ഒരു 6-7 മാസമായിട്ടുണ്ടോ. പിന്നെ ഞാൻ തിരിച്ചു പോയി നോക്കിയിട്ടുമില്ല. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി, ട്രാവലർ, ബസ്, അതിൻ്റെയൊക്കെ ഫ്രണ്ട്സുള്ള ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാട്സപ്പാണ് കേട്ടോ. പക്ഷെ ആളൊരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂസൊക്കെ സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളത് മതി. പക്ഷെ ആ വരുന്നത് തീർച്ചയായിട്ടും ഹൃദയമുള്ളവരായിരിക്കും, ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളവർ മതി. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള സ്നേഹമുള്ളവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോസ് കാണാൻ വരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യണതും ഒക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.